മരട് നഗരസഭ മാലിന്യമുക്ത നവകേരളം ഗാന്ധി ജയന്തി ദിനത്തിൽ KSWMPയുടെ 43 ലക്ഷം രൂപയും മരട് നഗരസഭയുടെ 5 ലക്ഷം രൂപയും അടക്കം 48 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച RRFൻ്റെ ആധുനിക മാലിന്യ സംസ്കരണ യൂണിറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം തൃപ്പൂണിത്തുറ MLA ശ്രീ K. ബാബു അവർ നിർവഹിച്ചു. ആധുനിക യൂണിറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം എറണാകുളത്തിൻ്റെ കളക്ടർ ബഹുമാനപ്പെട്ട NSK ഉമേഷ് IAS അവർ നിർവഹിച്ചു. മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിയാസ് K. മുഹമ്മദ്, റിനി തോമസ്, ശോഭചന്ദ്രൻ, ബേബി പോൾ, ബിനോയ് ജോസഫ്, കൗൺസിലർമാരായ ദിഷ പ്രതാപൻ, PD രാജേഷ്, ചന്ദ്രകലാധരൻ, മിനി ഷാജി, അജിത നന്ദകുമാർ, ബെൻഷാദ് നടുവിലവീട്, മോളി ഡെന്നി, ജയ ജോസഫ്, TM അബ്ബാസ്, AJ തോമസ്, ഉഷ സഹദേവൻ, EP ബിന്ദു, ഷീജ സൻകുമാർ, നഗരസഭാ സെക്രട്ടറി E. നാസിം, മുനിസിപ്പൽ എഞ്ചിനീയർ ശശികല, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ പ്രേംചന്ദ് PS, ജേക്കബ്സൺ PA, ഹുസൈൻ, ജിഷ തോമസ്, സ്വപ്ന, ആര്യ പുരുഷോത്തമൻ, സുകന്യ സുന്ദരൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ വീട്ടിലെ ഇപ്പം നിങ്ങളുടെ അറിയല്ല, എന്നാലും പല സ്ഥലങ്ങളിലും ശുചിമുറിയിലെ കുടലുകൾ പോലും കാനയിലേക്ക് തിരിച്ചുവിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ മുൻപന്തി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന ചെയർമാനെയും മറ്റ് സഹപ്രവർത്തകരെയും അനുമോദിക്കുന്നു. നമ്മൾ എന്തെല്ലാം പ്ലാനുകൾ ആരംഭിച്ചാലും എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ചാലും ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതികളെല്ലാം വിജയം കാണൂ. അതുകൊണ്ട് ജനങ്ങളുടെ സഹകരണം ഉണ്ടാകുന്നുള്ള ബോധവൽക്കരണവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ വായു, നമ്മുടെ കുടിവെള്ളം, നമ്മുടെ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം ഇതെല്ലാം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മരട് നഗരസഭ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മരട് നഗരസഭ സംബന്ധിച്ചോളം കഴിഞ്ഞ വർഷം മുതൽ പറഞ്ഞതുപോലെ ഈ ബ്രഹ്മപുരം കത്തി ആ സമയത്താണ് ഞാൻ ചാർജ് എടുത്തത്. അപ്പം മുതൽ നമ്മുടെ ഒരു കളക്ടറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു ഏറ്റവും ലിറ്ററലി ബേണിംഗ് ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ മുതൽ വേസ്റ്റ് മാനേജ്മെന്റ് വിലയിരുത്തുമ്പോൾ നമ്മുടെ മരട് നഗരസഭ വളരെ നല്ല രീതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മുനിസിപ്പാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിക്ട് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയത്തക്ക രീതിയിൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്ത് നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് മാക്സിമം ചെയ്തു വരുന്നുണ്ട്. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ചെയർമാൻ ശ്രീ ആന്റണി ആൻഡ് എൻറ്റയർ കൗൺസിൽ അംഗങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു. ആന്ധ്രസഭയിൽ വാട്ട്സഭ തുടങ്ങി. അതെങ്ങനെ നടക്കുന്ന അറിയാം. അവിടെ മിനിസ്റ്റർ നമ്മുടെ ഈ സിനിമ സ്റ്റാർ പവൻ കല്യാൺ. പക്ഷെ അത് മാത്രമല്ല, പവൻ കല്യാൺ കൂടെ പഞ്ചായത്ത് ഡയറക്ടർ ആയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടും കഴിഞ്ഞ മാസം വരെ തൃശ്ശൂർ കളക്ടർ ആയിരുന്ന കൃഷ്ണ തേജാണ് അവിടെ പവൻ കല്യാൺ കൂടെ ഉള്ളത്. സോ അവിടെ പോയി ചെയ്യുന്നത് ഇവിടെ നിന്ന് പഠിച്ചിട്ടാണ് അവിടെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലെ എൻ്റെ കൃഷ്ണ തേജ എൻ്റെ ബാച്ച്മേറ്റും എൻ്റെ ഫ്രണ്ടുമാണ്. തൃശ്ശൂർ കളക്ടറായിരുന്നു കഴിഞ്ഞ 2 മാസം മുന്നേ വരെ. ആലപ്പി കളക്ടറായിരുന്നു, പിന്നെ തൃശ്ശൂർ കളക്ടറായിരുന്നു. അതാണ് സെക്രട്ടറി പറയുന്നത്. ആന്ധ്രയിൽ വാർഡ് സഭ തുടങ്ങി, അതും കേരളത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ വളരെ വളരെ സന്തോഷിച്ചു. ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ ലേറ്റായി എത്തിയത് മാത്രമാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത്. അതല്ലാതെ വളരെ നല്ല പ്രോഗ്രാം. കൺഗ്രാറ്റുലേറ്റ് വൺസ് അഗെയിൻ എല്ലാവർക്കും. ഞാൻ ഗാന്ധി ജയന്തി ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു. മരട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും, എസ്പെഷ്യലി വേസ്റ്റ് മാനേജ്മെന്റ് ഡൊമൈനിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ പൂർണ്ണ പിന്തുണ എപ്പോഴും ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ 2ാമത്തെ ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 33 കൗൺസിലർമാരും ഈ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നപ്പോൾ അന്ന് അവിടെ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരാവശ്യമായിരുന്നു മാലിന്യ സംസ്കരണം. നമുക്കറിയാം, മരട് നഗരസഭ പോലുള്ള വളരെ ഏറ്റവും ചെറിയ ഒരു നഗരസഭ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരസഭ, 10 സെന്റ് സ്ഥലം പോലും നഗരസഭയ്ക്ക് സ്വന്തമായി മാറ്റിവെക്കാനില്ലാത്ത ഒരു നഗരസഭ. ആ നഗരസഭയിൽ അന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളുടെ ഇടയിലോട്ട് ചെന്നപ്പോൾ അവർ ചോദിച്ചത് മാലിന്യ സംസ്കരണം ആണ്. അന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മാലിന്യ സംസ്കരണ രീതി എന്ന് പറയുന്നത് ജൈവ മാലിന്യ സംസ്കരണം, ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ സൗകര്യമില്ലാത്തത് കൊണ്ട്
കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് ആ പദ്ധതിയുമായി സഹകരിച്ച് അവിടെ മരട് നഗരസഭയുടെ ജൈവമാലിന്യം സംസ്കരിക്കുകയും അതുപോലെ മറ്റുള്ള ഈ പറയുന്ന പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യം, ആ ഖരമാലിന്യങ്ങൾ മറ്റ് നമ്മുടെ ഇവിടുത്തെ RRFൽ സംസ്കരിക്കുക എന്ന ഒരു പദ്ധതിയായിരുന്നു നമ്മളെല്ലാം അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. നമുക്കറിയാം, നമ്മൾ ബ്രഹ്മപുരത്ത് ഈ പറയുന്ന പുതിയ പദ്ധതികളെല്ലാം തുടക്കം കുറിക്കാൻ പോകുന്ന സമയത്താണ് ഒരു ദിവസം ബ്രഹ്മപുരം നമ്മൾ മൊത്തം ഇവിടെ കത്തുന്ന ഒരു സമയം. ാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ. അവരാണ് ഈ മരട് നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്നത്. വലിച്ചെറിയപ്പെടേണ്ട പ്ലാസ്റ്റിക്കുകളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് തുച്ഛമായ ശമ്പളത്തിൽ ഇപ്പോഴും പണിയെടുക്കുന്ന നിങ്ങളുടെ തുടർന്നുള്ള പിന്തുണയും നഗരസഭക്കുണ്ടാകണം. നിങ്ങളോടൊപ്പം നഗരസഭയും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ തിരക്കും ഒഴിച്ചു മാറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ MLA ഇന്ന് 11 മണി മുതൽ ഇവിടുത്തെ ഈ പരിപാടിക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി കാത്തിരുന്ന, കാരണം കളക്ടർ ഇന്ന് എറണാകുളത്ത് മന്ത്രിമാരുണ്ടായിട്ട് പോലും അതിൻ്റെ ഇടയിൽ നിന്നാണ് അദ്ദേഹം ഓടി ഇവിടെ നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ടുള്ള കളക്ടറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLAക്കും മറ്റു പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും കൗൺസിലർമാർക്കും എല്ലാവിധ നഗരസഭയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മരട് നഗരസഭക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം പല കൗൺസിലേഴ്സും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു 4 വർഷം മുമ്പ് അവർ ഇലക്ഷൻ വർക്കിനായിട്ട് ഇറങ്ങുമ്പോൾ അവരുടെയെല്ലാം വലിയൊരു മുമ്പിലുണ്ടായിരുന്ന ഒരു ചോദ്യചിഹ്നമായിരുന്നു മാലിന്യ സംസ്കരണം എന്നുള്ളത്. ഇന്ന് ഇവിടെ ഈ ഒരു കർമ്മം നടത്തുമ്പോൾ നമുക്ക് സാധിച്ചു കിട്ടുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മരട് നഗരസഭയിൽ 55 മിനി MCFും 3 MCFും 1 RRFുമാണ് നിലവിലുണ്ടായിരുന്നത്. അതോടൊപ്പം നമ്മുടെ വീടുകളിൽ നമ്മുടെ ജൈവ മാലിന്യ സംസ്കരണത്തിനായി 7000-ഓളം മാലിന്യ സംസ്കരണ ഉപാധികളും നമ്മൾ കൊടുക്കുകയുണ്ടായി. അതുപോലെ 6 ഇലക്ട്രിക് ഓട്ടോകളും നമ്മൾക്കിപ്പോൾ സ്വന്തമായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ വളരെയധികം മാലിന്യ സംസ്കരണം, അതായത് അജൈവ മാലിന്യ സംസ്കരണം നമ്മൾ നല്ല രീതിയിൽ നടത്തി വരികയാണ്. ആശംസകൾ നേരുന്നു. അതോടൊപ്പം മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം മാലിന്യ സംസ്കരണത്തിൽ മരട് നഗരസഭ ഏറെ പ്രാധാന്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ മരട് നഗരസഭയിലെ RRFന്റെ 2ാം ഘട്ടം ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ മാലിന്യ പരിപാലന പദ്ധതികളുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മരട് നഗരസഭയുടെ എൻ്റെ മരട് ക്ലീൻ മരട് എന്ന ആ ഒരു ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ക്ലീൻ മരട് എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങുകൾക്ക് എല്ലാവിധ ആശംസകളും. നന്ദി. കാരണം മരടിന്റെ മുഖം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. മരടിന്റെ മുഖം എന്ന് പറയുന്നത് അതിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളും അതുപോലെ തന്നെ എന്റെ പുറകിൽ നിൽക്കുന്ന സഹോദരന്മാരായ നമ്മുടെ മരടിന്റെ സ്വന്തം കണ്ടിജൻസ് ജീവനക്കാരുമാണ്. അതുപോലെ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, HSHI മുതൽ JHIമാര് തുടങ്ങിയ എല്ലാവരും വളരെ ഭംഗിയായിട്ടുള്ള അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു 5 പേരുണ്ട്. ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് ഏറ്റെടുക്കുന്നതിന് മുൻപ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്ന, ഈ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ചന്ദ്രകലാധരൻ, PD രാജേഷ്, ബെൻഷാദ്, അജിത നന്ദകുമാർ, മിനി ഷാജി തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു RRFന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം സ്മരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സ് ഒരേ ശരീരമായി നിന്നാൽ നമുക്ക് മരടിനെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു പ്രാർത്ഥന ഇപ്പൊ കളക്ടർ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, കളക്ടർ ഇതുപോലെയൊക്കെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടറിന് ഏതെങ്കിലും വേറെ സ്റ്റേറ്റിലേക്കൊക്കെ ചാർജ് കൊടുത്ത് കൊണ്ടുപോകും. അതൊന്നും ഉടനെ ഉണ്ടാവണ്ട. ബിക്കോസ് അത്രയും നല്ല പ്രവർത്തനങ്ങളാണ് കളക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് എന്താവശ്യങ്ങൾക്ക് ചെന്നാലും, ഇപ്പൊ DPC പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്നാലും കളക്ടറേറ്റ് ഓഫീസിൽ നിന്ന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് കളക്ടർ ഓഫീസിൽ നിന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമ്മൾക്ക് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നഗരസഭ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും
നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി നമ്മുടെ നാടിലെ ജനങ്ങളുടെ മനോഭാവം മാറാതെ നമ്മുടെ നാടിൻ്റെ ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായൊരു മാലിന്യമുക്ത കേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. എന്നാലും നമ്മുടെ മരണതകർച്ചയുടെ പരമാവധി കഴിവ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നും ഇത് നല്ല രീതിയിൽ ഇനിയും വീണ്ടും എല്ലാവരും വിനിയോഗിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തിന് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രോജക്റ്റിന്റെ RRFന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടത്തുന്നത്. നമുക്കറിയാം, ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തുള്ള 162 വിദ്യാലയങ്ങളും അതുപോലെ തന്നെ ഏകദേശം 48 കോളേജുകളും ഹരിത വിദ്യാലയങ്ങളും കോളേജുകളുമായി ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. മരടിനെ സംബന്ധിച്ചിടത്തോളം ഈ RRFന്റെ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും തൊട്ടടുത്തുള്ള ഷെഡ്യൂൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 2022-23 പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് KSWNPയുടെ പ്രോജക്റ്റും അതുപോലെ തന്നെ CSF ടൈഡ് അതുപോലെ നമ്മുടെ നഗരസഭയുടെ ഓൺ ഫണ്ട് ഏകദേശം 48 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു RRFന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഈ RRFൽ നന്നായിട്ട് ജോലിയെടുത്ത് ഇത്രയധികം ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിച്ച ഒരുപാട് സഹോദരിമാർ ഇവിടെയുണ്ട്, RRFൽ വർക്ക് ചെയ്യുന്നുണ്ട്, സ്വർണ്ണകുമാരി അടക്കമുള്ള. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ സഹോദരിമാരുണ്ട്, കണ്ടിജൻസ് വർക്കേഴ്സ് ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന, ഇപ്പോൾ നമ്മുടെ ബഹുമാനനായ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനം പല പ്രോജക്റ്റുകൾക്കും ലോകത്തിന് തന്നെ മാതൃകയാവുന്നു. ആ ഒരു മാതൃകയുടെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനനായ കളക്ടർ ഇവിടെ പറഞ്ഞത്. ആന്ധ്രയിലും ഇതുപോലെയുള്ള മാതൃകകൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ച നടന്നതായിട്ട്. അപ്പോൾ കേരളത്തിന്റെ ഈ മാതൃക ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോഴും മരട് നഗരസഭ മറ്റു നഗരസഭകൾക്ക് മാതൃകയാകട്ടെ, പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുവാൻ സഹായിച്ച മരട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഭരണാധികാരികളോടും ഇതിനു മുൻപ് പ്രവർത്തിച്ച ഭരണാധികാരികളോടും എല്ലാ സഹപ്രവർത്തകരോടും എല്ലാവർക്കും എല്ലാവിധ നന്മയും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ ഇനി എല്ലാവരുടെ സഹകരണം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ആശംസകൾ.